നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നോക്കുകയാണോ? എങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട്. പോളിസി എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ കൗൺസിലൂടെ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യുകയുള്ളൂ. പോളിസി എടുത്ത ശേഷം എല്ലാ മാസവും പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും. ക്ലൈം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. മന്ത്ലി EMI ഓപ്ഷൻ, അതും എമർജൻസി സിറ്റുവേഷനിൽ EMI സപ്പോർട്ടിംഗ്, എല്ലാ പോളിസികൾക്കും OP ഓഫർ. ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെലിവറി പാക്കേജിനെ കുറിച്ച് പറയാനാണ്. ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, നല്ല മെറ്റേണിറ്റി അതായത് ഡെലിവറി പാക്കേജ് നമുക്ക് കൂടുതൽ എമൗണ്ട് ലഭിക്കുന്ന ഏത് പ്ലാനാണെന്ന് വേണ്ടി ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്. അതിനുവേണ്ടി കോമണായി ഉള്ള കാര്യം പറയുകയാണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് പ്ലാൻ, മിക്ക കമ്പനികളും ഇപ്പോൾ ഡെലിവറി പാക്കേജ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ഏതാണെന്നൊന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷുറൻസ് എന്ന പ്ലാനിൻ്റെ ഉള്ളതാണ്. അഷുറൻസ് എന്ന പ്ലാനിൽ നമ്മൾ 10 lakhs പ്ലാനാണ് എടുക്കണമെങ്കിൽ നമുക്ക് 1 lakh രൂപ ഡെലിവറി പാക്കേജായി ലഭിക്കും. 15 ലക്ഷത്തിൻ്റെ ആണ് എടുക്കണമെങ്കിൽ നമുക്ക് 1.5 ലക്ഷം രൂപ കിട്ടും. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല എമൗണ്ട് ലഭിക്കുന്നത് ഇതാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഭാര്യയും ഭർത്താവും ആദ്യമേ തൊട്ട് ഇതിൽ അംഗത്വമായിരിക്കണം. അതായത് ഒരുമിച്ചുള്ള പ്ലാനിൽ ഇവർ എടുത്തിരിക്കണം. 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് 24 മാസം കഴിഞ്ഞിട്ട് ഡെലിവറി പാക്കേജ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് ഈ പോളിസി ഈ 2 പേരും കൂടെ ചേർന്ന് എടുത്തിട്ട് 24 മാസം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് 10 ലക്ഷത്തിൻ്റെ പ്ലാനിൽ 1 ലക്ഷം രൂപയും 15 ലക്ഷത്തിൻ്റെ പ്ലാനിൽ നമുക്ക് 1 ലക്ഷം രൂപയും അങ്ങനെ കൂടിയാണ് വരുന്നത്. അത് നല്ലൊരു പ്രീമിയമാണ് ലഭിക്കുന്നത്. ആദ്യം ഒരു കാര്യം പറയാം, ഇത് അറിയാത്തവർക്കാണ്. സാധാരണ നമ്മൾ ഇൻഷുറൻസ് 10 ലക്ഷം 5 ലക്ഷം 15 ലക്ഷമൊക്കെ എടുക്കുകയാണെങ്കിൽ ഡെലിവറി പാക്കേജിന് മാത്രം ഓരോ കമ്പനിയും ഒരു നിശ്ചിത തുക നിർണ്ണയിച്ചിട്ടുണ്ട്. അതായത് 10 ലക്ഷത്തിന് ഇത്ര, 5 ലക്ഷത്തിന് ഇത്ര, 15 ലക്ഷത്തിന് ഇത്രയെന്ന് ഓരോ കമ്പനിയും ഓരോ പേയ്മെൻറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് പറയുന്നത്. അല്ലാതെ സാധാരണ ഇൻഷുറൻസ് പോലെ നമ്മൾ 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ ഫുൾ കവറേജ് നമുക്ക് ലഭിക്കില്ല, ആശുപത്രി ചിലവ് ലഭിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് 15 ലക്ഷമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് 1.5 ലക്ഷമാണ് അഷുറൻസ് പ്ലാനിൽ സ്റ്റാർ ഹെൽത്ത് പറയുന്നത്. അതിൽ കൂടുതൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും പങ്കാളികൾ 2 പേരും ഒരുമിച്ച് ഫസ്റ്റിലെ നമ്മൾ പോളിസി തുടങ്ങുമ്പോൾ തന്നെ ഇവർ 2 പേരും ഒരുമിച്ച് പോളിസി എടുത്തതിന് ശേഷം 2 വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ ശേഷം മാത്രമേ പക്ഷേ ഇതിൽ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഈ എമൗണ്ട് 10 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപയും 15 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷം വരെയും ലഭിക്കും. അതാണ് ഇതിൻ്റെ ഈ പോളിസി. ഏറ്റവും നല്ല ഒരു പ്ലാൻ ലഭിക്കുന്നത് ഇതാണ്. പക്ഷേ വെയിറ്റിംഗ് പീരീഡ് 24 മാസം വരുന്നതാണുള്ളത്. പിന്നെ ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ന്യൂ ബേബിക്കുള്ള കവറേജും കൂടെ ലഭിക്കുന്നു. ന്യൂ ബേബി കവറേജ് തന്നെ കുട്ടി ജനിക്കുമ്പം തന്നെ ഇപ്പോൾ അറിയാമല്ലോ, ഒരു കുട്ടി ജനിക്കുമ്പം തന്നെ കുട്ടിക്ക് ചിലപ്പോൾ ഹാർട്ടിനോ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ കുട്ടിക്കുള്ളത് കവറേജും കൂടെ ഇതിൽ കൂടി നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു മാരേജ് കഴിഞ്ഞ് ഉടനെ തന്നെ ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 2 വർഷം വെയിറ്റിംഗ് പീരീഡ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല പോളിസി സ്റ്റാർ ഹെൽത്തിൻ്റെ അഷുറൻസ് എന്ന പോളിസിയാണ്. മെറ്റേണിറ്റി കവറേജ് ഏറ്റവും നല്ലത്. അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ വുമൺ കെയർ എന്ന പോളിസിയാണ്. വുമൺ കെയർ പോളിസി എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ, ഇതിൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇതിൽ വരുമ്പോൾ അഷുറൻസിൻ്റെ പ്ലാനിൽ 10 ലക്ഷത്തിന് ഏകദേശം 16,500 രൂപയാണ് 2 പേർക്കും കൂടെ വരുന്നത്. 15 ലക്ഷത്തിന് ഏകദേശം 21,000 വരും. അപ്പോഴാണ് നമുക്ക് 1 ലക്ഷം വെച്ച് കിട്ടുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് 21 രൂപ വെച്ച് 2 വർഷം അടച്ചാൽ 41 രൂപ നമുക്ക് ലഭിക്കുന്നതാവുന്നുള്ളൂ. പക്ഷേ നമുക്ക് 1 ലക്ഷം രൂപ വരെ നമുക്ക് അതിൽ കവറേജ് 2ാമത്തെ വർഷം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതൊരു പോയിൻ്റാണ്. അടുത്തതാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ വുമൺ കെയർ എന്ന പോളിസി. ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ വുമൺ മാത്രം അംഗത്വം ഉണ്ടെങ്കിൽ മാത്രം പോളിസിയിൽ അതായത് വുമൺ മാത്രമേ പോളിസി എടുത്തിട്ടുള്ളൂ. എന്നാലും ഇതിൽ കവറേജ് ലഭിക്കും. പക്ഷേ ഇതിൽ 10 ലക്ഷം രൂപയ്ക്ക് 50,000 വരെ കവറേജ് ലഭിക്കുകയുള്ളൂ. 15 ലക്ഷത്തിനായാലും 50,000. പക്ഷേ 25 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ 75,000 രൂപയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വുമൺ മാത്രം പോളിസി എടുത്താലും 1 ഇയർ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് ലഭിക്കും. 1 ഇയർ വെയിറ്റിംഗ് പീരീഡ് ലഭിക്കുന്നെങ്കിൽ നമുക്ക് 15 ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുക്കണമെങ്കിൽ നമുക്ക് 50,000 രൂപ ഈ പോളിസി എടുത്ത് 1 ഇയർ വെയിറ്റിംഗ് കഴിയുമ്പോഴേ നമുക്ക് ഡെലിവറി പാക്കേജിന് ലഭിക്കുന്നതാണ്. അതായത് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് 1 ഇയർ മാത്രം
മതിയെങ്കിൽ നമുക്കിപ്പോൾ മാരേജ് കഴിഞ്ഞ് ഇപ്പോൾ 1 ഇയറിനകത്ത് നമുക്ക് വേണം, വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കണം, മാക്സിമം വെയിറ്റിംഗ് പീരീഡ് കുറച്ച് കിട്ടുന്നെങ്കിൽ ഒരു നല്ലൊരു പ്ലാനാണ് വുമൺ കെയർ എന്ന പോളിസി. അതുപോലെ തന്നെ ഇതിലും ന്യൂ ബേബി കവറേജ് ഇതിലും പെടുന്നതാണ്. അതായത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്കും കൂടെ ഇതിൽ ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു പോയിൻ്റാണ്. പിന്നെ വുമൺ കെയർ പോളിസിയിൽ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ വുമൺ ഡെലിവറി തന്നെ പ്രഗ്നൻസിയിൽ നിൽക്കുകയാണ്. 5-ാം മാസം 7-ാം മാസം വേണമെങ്കിൽ നമുക്ക് പോളിസി എടുക്കാം. അങ്ങനെയാണെങ്കിൽ 6-ാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ട് നമ്മൾ കുട്ടിയുടെ സ്കാനിങ് റിപ്പോർട്ടും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഡെലിവറി സമയത്ത് ഡെലിവറിക്ക് പേയ്മെൻറ്റ് കിട്ടത്തില്ല, എന്നാൽ കുട്ടിക്ക് ഇതിൽ ആഡ് ചെയ്ത് വരുന്നതാണ്. അതായത് കുട്ടി ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വുമൺ കെയർ സ്റ്റാർ ഹെൽത്തിൻ്റെ വുമൺ കെയർ പോളിസിയിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലെ വുമൺ നേരത്തെ തന്നെ, അതായത് മാരേജിന് മുമ്പ് തന്നെ പോളിസി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പാക്കേജ് ലഭിക്കുന്നതാണ്. അതായത് മാരേജിന് മുമ്പേ തന്നെ 1 വർഷമോ 2 വർഷമോ മുമ്പേ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ, അതായത് ഇപ്പം 2 വർഷം മുമ്പേ എടുത്ത പോളിസി ആണെങ്കിൽ മാരേജ് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് 1 വർഷത്തിനകത്ത് തന്നെ നമുക്ക് യാതൊരു ഇതില്ലാതെ കിട്ടുന്നതാണ്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസിക്ക് നമുക്ക് 50,000 രൂപ വരെ ലഭിക്കുന്നതാണ്. വുമൺ കെയർ പോളിസി എടുത്തിട്ട് 2 വർഷം വെയിറ്റിംഗ് പീരീഡ് മതിയെങ്കിൽ 10 ലക്ഷം രൂപയുടെ പോളിസിക്ക് 50,000 രൂപ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ 1 വർഷത്തേക്കേ ഉള്ളെങ്കിൽ 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കിട്ടുന്നെങ്കിൽ മാത്രമാണ് 15 ലക്ഷത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ 50,000 രൂപ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഉള്ള വീട്ടുകാർ, അതായത് ഫാമിലിയായി നമ്മൾ പോളിസി എടുത്തിട്ട് 25 വയസ്സാകുമ്പോൾ സാധാരണ അവർക്ക് സെപ്പറേറ്റ് ഒരു പോളിസി എടുക്കാറുണ്ട്. അവർക്ക് എന്തായാലും വുമൺ കെയർ പോളിസി എടുക്കുന്നതാണ് നല്ലത്. അതായത് ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഉടനെ ഒരു പോളിസി എടുക്കാൻ പറ്റിയില്ലെങ്കിലും 1 വർഷം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ഒരു ഡെലിവറിയുടെ ഇതിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ പുതിയ പോളിസി എടുക്കുമ്പോൾ വുമൺ കെയർ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വുമൺ കെയർ പോളിസി എടുക്കാൻ വേണ്ടി സാധാരണ 15 ലക്ഷം രൂപയ്ക്ക് സാധാരണ പോളിസി വരുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏകദേശം 15,000 രൂപയാണ് പ്രീമിയം വരുന്നത്. അതായത് വുമൻസിന് മാത്രമാണെങ്കിൽ. ഇപ്പോൾ ഭർത്താവിനെ ചേർക്കാതെ വുമൻസിന് മാത്രം ചേർക്കണമെങ്കിൽ നമുക്ക് 15,000 രൂപയാണ് വരുന്നത്. 15,000 രൂപയുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡിൽ 1 വർഷമേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് 50,000 രൂപ വരെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരുവിധം പറഞ്ഞ ഒരുപാട് പ്ലാനുകളുണ്ട്. സ്റ്റാറിൽ തന്നെ ആയാലും മറ്റുള്ള കമ്പനികളായാലും ഇനി ഒരുപാട് പ്ലാനുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രീമിയത്തിൻ്റെ ഇതിൽ കിട്ടുന്ന എത്രയാണോ അതനുസരിച്ചാണ് ഞാൻ ഇത് പറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷുറും വുമൺ കെയറും. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അഷുറാണ്. അഷുറിൽ പക്ഷേ വെയിറ്റിംഗ് പീരീഡ് 2 വർഷം തന്നെ വേണം. ഭർത്താവ് അതിൽ വേണം എങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഭാര്യ മാത്രമാണെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ കിട്ടത്തില്ല. 2 പേരും ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ വുമൺ കെയറിൽ 2 പേരും വേണമെന്നില്ല, ഒരാൾ മാത്രം മതി. വെയിറ്റിംഗ് പീരീഡ് നമുക്ക് 1 വർഷത്തേക്ക് ആക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ഇതാണ് സ്റ്റാർ ഹെൽത്തിൽ മെയിനായി നിൽക്കുന്നത്. ഇനി അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ലഭിക്കുന്നത്, അതായത് നമുക്ക് പ്രഗ്നൻ്റ് ആയി നമുക്ക് 3 മാസം 4 മാസമായി എന്നിട്ടും നമുക്ക് ഡെലിവറി പാക്കേജ് ലഭിക്കുന്ന ഒരു പ്ലാനുണ്ട്. അതാണ് ആദിത്യ ബിർളയുടെ ആക്റ്റീവ മാക്സ് മെറ്റേണിറ്റി എന്ന പ്ലാനാണ്. അതെന്ന് പറഞ്ഞാൽ 50,000 വരെയാണ് അതിന് ലഭിക്കുന്നത്. പക്ഷേ അതിന് 3 വർഷത്തെ പ്രീമിയം നമ്മൾ ഒരുമിച്ച് അടയ്ക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് 50,000 രൂപയുടെ അത് ലഭിക്കുകയുള്ളൂ. എന്നാലും അത് വലിയ, അതായത് ഇപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആയ ശേഷം നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാനാണ്. കാരണം നമുക്കൊരു 3 മാസമായി. അപ്പോൾ നമ്മൾ 3 വർഷത്തെ ഒരുമിച്ച് അടയ്ക്കണം. 3 വർഷത്തെ ഒരുമിച്ച് അടയ്ക്കുമ്പോൾ ഏകദേശം 60,000-68,000 രൂപയാണ് പ്രീമിയം വരുന്നത്. 3 വർഷത്തേക്കാണ്. ആ 3 വർഷത്തെ എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് ഏകദേശം 50,000 രൂപ ലഭിച്ചു കഴിഞ്ഞു. പിന്നെ ഈ 3 വർഷത്തെയും നമുക്ക് ഇൻഷുറൻസ് കവറേജ് വരികയാണ്. ഇവിടെ 10 ലക്ഷം രൂപയുടെ കവറേജാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് നമ്പറിൽ അയക്കുകയോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ 9495 11 6601.